ക്ലാസ്സിലെ ലിസാനിലെ 4-ാമത്തെ പാഠം നോക്കൂ. അദ്ദർസു റാബിഉ 4-ാമത്തെ പാഠം. ഹും നല്ലഫുൽ ബൈത്ത, അവർ വീട് വൃത്തിയാക്കി. ഇവിടെ വീട് വൃത്തിയാക്കുന്ന ഒരു ചിത്രം കാണാം. നമുക്ക് പാഠം നോക്കാം. ഫി യൗമി ഉത്തിലത്തിൻ, ഒഴിവ് ദിവസത്തിൽ, അസമ അളാഉൽ ഉസ്റത്തി, കുടുംബത്തിലെ അംഗങ്ങൾ തീരുമാനിച്ചു. അസമ തീരുമാനിച്ചു അല്ലെങ്കിൽ ഉറപ്പിച്ചു. കുടുംബത്തിലെ അംഗങ്ങൾ തീരുമാനിച്ചു. അൻ യുനല്ലിഫുൽ ബൈത്ത, വീട് വൃത്തിയാക്കാൻ. വ ഹൗലഹു, വീടിന്റെ ചുറ്റുഭാഗവും. ബദഉ തൻലീഫ, അവർ വൃത്തിയാക്കൽ തുടങ്ങി. ഫ അസലൽ അഹു, അപ്പോൾ കഴുകി. അൽ അഹു, സഹോദരൻ. അൽ കബീറു അസാസൽ ബൈത്ത്, കബീറു വലിയ, വീട്ടിലെ വലിയ ഉപകരണങ്ങളെ കഴുകി. വൽ അഹ്വാനി സ്വൈറാനി, ചെറിയവരായ 2 സഹോദരന്മാരും. ഹുമാ കനസ, അവർ രണ്ടുപേരും അടിച്ചുവാരി. ഫിനാ അൽ ബൈത്ത്, വീടിന്റെ മുറ്റം. വനല്ലഫാഹു, അവർ രണ്ടുപേരും വൃത്തിയാക്കുകയും ചെയ്തു. വല്ലുഖ്താനി, 2 സഹോദരിമാർ. ഹുമാ കനസത്ത, അവർ രണ്ടുപേരും അടിച്ചുവാരി. വ അസലത്ത, അവർ രണ്ടുപേരും കഴുകുകയും ചെയ്തു. ഉറഫൽ ബൈത്ത്, വീട്ടിലെ മുറികൾ. റഹബൽ വാലിദു ഇല സൂക്ക്, പിതാവ് അങ്ങാടിയിലേക്ക് പോയി. വജാ, പിതാവ് വന്നു. ബിൽ അറുസി, അരി കൊണ്ട്. വൽ ഖലറവാത്ത്, പച്ചക്കറികളും. പച്ചക്കറികളും അരിയും വാങ്ങി പിതാവ് വന്നു. വസ്വനത്തിൽ വാലിദത്തു ത്വാമ, വാലിദത്തു മാതാവ്, മാതാവ് ഭക്ഷണം ഉണ്ടാക്കി. വബഅദ തൻലീഫ്, വൃത്തിയാക്കിയ ശേഷം. വതവല്ലഉ, അവർ വുളു ചെയ്തു. വസല്ലു, അവർ നിസ്കരിക്കുകയും ചെയ്തു. സ്വലാത്തുൽ ളുഹ്ർ, ളുഹ്ർ നിസ്കാരം. സുമ്മ ജലസു, പിന്നെ അവർ ഇരുന്നു. വതനാവലു ത്വാമ, അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. വബഅദൽ അക്ലി, കഴിച്ചതിനു ശേഷം. ദഹബത്തിൽ വാലിദത്തു, മാതാവ് പോയി. വൽ ഉഖ്താനി, 2 സഹോദരിമാരും. ഇലൽ മത്ബഹി, അടുക്കളയിലേക്ക്. വ അസൽന, അവർ കഴുകുകയും ചെയ്തു. അൽ അവാനിയ, പാത്രങ്ങൾ. മാതാവും സഹോദരിമാരും അടുക്കളയിലേക്ക് പോയി അവർ പാത്രങ്ങൾ കഴുകുകയും ചെയ്തു. ഹയ്യ നക്റൗ, വരൂ നമുക്ക് വായിക്കാം. അസമ തീരുമാനിച്ചു. അസല കഴുകി. റഹബ പോയി. സ്വനത്ത് ഉണ്ടാക്കി. ജാ വന്നു. ഇനി അടുത്ത നോക്കൂ. കനസ, അവർ 2 പേർ അടിച്ചുവാരി. പുരുഷന്മാരാണ്. അവർ 2 പുരുഷന്മാർ അടിച്ചുവാരി. കനസ. അടുത്തത് കനസത്ത, അവർ 2 സ്ത്രീകൾ അടിച്ചുവാരി. അതുപോലെ അസലത്ത, അവർ 2 സ്ത്രീകൾ കഴുകി. അസല എന്നാണെങ്കിൽ 2 പുരുഷന്മാർ കഴുകി. അസലത്ത എന്ന് വന്നതുകൊണ്ട് 2 സ്ത്രീകൾ കഴുകി. നല്ലഫ എന്നത് 2 പുരുഷന്മാർ വൃത്തിയാക്കി. നല്ലഫത്ത എന്ന് വന്നാൽ 2 സ്ത്രീകൾ വൃത്തിയാക്കി. ഇനി നോക്കൂ. സൊല്ലു, ഇവിടെ ഇതൊന്ന് വ്യത്യാസമുണ്ട്. സൊല്ലു, അവർ നിസ്കരിച്ചു. 2ൽ കൂടുതൽ പേർ നിസ്കരിച്ചു. ഈ സൊല്ലു എന്ന് വന്നപ്പോൾ ഇവിടെ ഒരു വാവ്, ഒരു അലിഫ് വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക. സൊല്ലു, സൊല്ല എന്ന വാക്കിന്റെ ജം ആണ്, ബഹുവചനാണ് സൊല്ലു എന്നത്. ജലസു, ജലസു എന്നത് അവർ ഇരുന്നു. അതായത് അവർ 2ൽ കൂടുതൽ പുരുഷന്മാർ ഇരുന്നു. ജലസ എന്ന വാക്കിന്റെ 2ൽ കൂടുതൽ പുരുഷന്മാർ ഇരുന്നു എന്ന് വരുമ്പോൾ ജലസു. ജലസ എന്ന വാക്കിനോടുകൂടി ഒരു ലമ്മിട്ടിട്ട് ഒരു വാവും ഒരു അലിഫും ചേർത്താൽ അതിന്റെ ബഹുവചനമായി. അടുത്തത് ബദഉ, അവർ തുടങ്ങി. ഇതിൽ 2ൽ കൂടുതൽ പുരുഷന്മാർ തുടങ്ങി. തവല്ലഉ, ഇത് നോക്കൂ, അവർ വുളു ചെയ്തു. ഇനി അടുത്തത് റഹബന,
ദഹബിന അവർ പോയി. ഇതിന്റെ അവസാനത്തിൽ ഒരു ന വരും. രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ എന്ന് വരുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഒരു ന വരും. ദഹബിന അവർ പോയി. അതുപോലെ അസൽന അവർ കഴുകി. അസൽന അവർ കഴുകി. അതുപോലെ തന്നെ തവല്ലഅന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ വുളു ചെയ്തു. എന്നാൽ തവല്ലഉ എന്നതിന്റെ അർത്ഥം രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ വുളു ചെയ്തു. തവല്ലഅന രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ വുളു ചെയ്തു. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. നുകമ്മിലു കമാഫിൽ മിസാൽ ഉദാഹരണത്തിലേതുപോലെ പൂരിപ്പിക്കാം. അസമ അസമ അസമു അസമത് അസമത അസംന. ഇത് പഠിച്ചു വെക്കാം. ഇനി അതിന്റെ അർത്ഥം കൂടി നോക്കാം. അസമ അവർ തീരുമാനിച്ചു. അസമ അവർ രണ്ടുപേർ തീരുമാനിച്ചു. അതായത് രണ്ട് പുരുഷന്മാരാണ്. തീരുമാനിച്ചു. അസമു അവർ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ തീരുമാനിച്ചു. ഇതിന് അസമ എന്നത് ഏകവചനം, ഒരാളാണ്. അസമ എന്നതിൽ അലിഫ് ചേർക്കുമ്പോൾ മുസന്ന ദ്വിവചനം, രണ്ടുപേരാണ്. അസമു എന്നത് ബഹുവചനമാണ്, രണ്ടിൽ കൂടുതൽ പുരുഷന്മാരാണ്. ഇനി അടുത്ത നോക്കൂ, അസമത്ത്. ഈ അസമ എന്നതിന്റെ കൂടെ ഒരു ത് എന്ന് ചേരുമ്പോൾ അത് ഒരു സ്ത്രീ, അവൾ തീരുമാനിച്ചു. അസമത്ത് എന്നതിന്റെ അർത്ഥം അവൾ തീരുമാനിച്ചു. അസമത്ത അവർ രണ്ടു സ്ത്രീകൾ, ഇതിന്റെ കൂടെ അലിഫ് വരുമ്പോൾ രണ്ടു സ്ത്രീകൾ തീരുമാനിച്ചു. അതുപോലെ അസംന അവസാനത്തിൽ ഒരു ന ചേർന്ന് വരുമ്പോൾ അസംന അവർ കുറെ സ്ത്രീകൾ, രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ തീരുമാനിച്ചു. ഇത് ഏകവചനം മുഫ്രദാണ്, ഒരു സ്ത്രീ തീരുമാനിച്ചു. ഇത് മുസന്ന ദ്വിവചനം, രണ്ടുപേർ തീരുമാനിച്ചു, രണ്ടു സ്ത്രീകൾ. അതുപോലെ അസംന എന്നുള്ളത് ആണ്, ബഹുവചനമാണ്. ഇനി ഇതിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി, നന്നായി പഠിച്ചു വെക്കുക. എന്നാൽ ഇതൊക്കെ അതുപോലെ എഴുതാൻ കഴിയും. അസമ എന്നതുപോലെ തന്നെ ദഹബ അവൻ പോയി, ദഹബ ദഹബ, ദഹബു ദഹബത്ത് ദഹബത്ത ദഹബിന. ഇതുപോലെ നോക്കി എഴുതാം. ദഹബ എന്നതിന്റെ കൂടെ അലിഫ് ചേർക്കുക. അപ്പോൾ അവർ രണ്ടുപേർ പോയി, രണ്ടു പുരുഷന്മാർ പോയി. ദഹബു അവർ രണ്ടിൽ കൂടുതൽ കുറെ പേർ പോയി. ദഹബത്ത് അവൾ പോയി. ദഹബത്ത രണ്ടു സ്ത്രീകൾ പോയി. ദഹബിന കുറെ സ്ത്രീകൾ പോയി. ജലസ ഇരുന്നു. ജലസ അവൻ ഇരുന്നു. ഇനി അതിന്റെ കൂടെ ആദ്യം ചേർക്കേണ്ടത് അലിഫ്. ജലസ രണ്ടുപേർ ഇരുന്നു, രണ്ട് പുരുഷന്മാർ ഇരുന്നു. ജലസു കുറെ പുരുഷന്മാർ ഇരുന്നു. ജലസത്ത് ഇതിന്റെ കൂടെ ജലസ എന്നതിന്റെ കൂടെ ത് ചേർത്ത അവൾ ഇരുന്നു. ജലസത്ത രണ്ടു സ്ത്രീകൾ ഇരുന്നു. ജലസ്ന കുറെ സ്ത്രീകൾ ഇരുന്നു. കനസ അടുത്ത് നോക്കൂ. കനസ അവൻ അടിച്ചുവാരി. കനസ അതിന്റെ കൂടെ അലിഫ് വരുമ്പോ രണ്ട് പുരുഷന്മാർ അടിച്ചുവാരി. കനസു കുറെ പുരുഷന്മാർ അടിച്ചുവാരി. കനസത്ത് ഒരു സ്ത്രീ അടിച്ചുവാരി. കനസത്ത രണ്ടു സ്ത്രീകൾ അടിച്ചുവാരി. കനസ്ന കുറെ സ്ത്രീകൾ അടിച്ചുവാരി. അടുത്തത് തവല്ല വുളു ചെയ്തു. അവൻ വുളു ചെയ്തു. തവല്ല രണ്ട് പുരുഷന്മാർ വുളു ചെയ്തു. തവല്ല കുറെ പുരുഷന്മാർ വുളു ചെയ്തു. തവല്ല അത്ത് അതിന്റെ കൂടെ ഒരു ത് വരുമ്പോ അവൾ വുളു ചെയ്തു. തവല്ല അത്ത അവർ രണ്ടു സ്ത്രീകൾ വുളു ചെയ്തു. തവല്ല ഇന കുറെ സ്ത്രീകൾ വുളു ചെയ്തു. ഇത് നന്നായി പഠിച്ചു വെക്കാം. അടുത്ത നോക്കൂ. നുകമ്മിലു ബിസ്സിയത്തിൽ മുനാസിബത്തി മിനൽ മുറബ്ബ. യോജിച്ച പദം നൽകി പൂർത്തിയാക്കാം. ഇവിടെ തന്നിട്ടുണ്ട് കതബ, ജലസ്ന, അകലു, ഖറഅ, ജാഉ, നസറത, ഫതഹത്, നളറത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ചോദ്യം നോക്കാം. ഒന്നാമത്തെ, സാലിമുൻ ഡേഷ് അൽ ഖുർആന. സാലിമുൻ എന്നത് ഒരു പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ വരുന്ന വാക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ഇതിൽ പഠിച്ചു, മുകളിൽ പഠിച്ചു. ഇനി ഇവിടെ നോക്കാം. കതബ എന്ന് വരില്ല, കാരണം ഇവിടെ അലിഫുണ്ട്. അത് രണ്ടുപേർ ചെയ്താലാണ് അത് വരാം. ജലസ്ന ന എന്നത് വരില്ല. ന എന്നത് എപ്പോഴാ വരിക? കുറെ സ്ത്രീകൾ ചെയ്യുമ്പോൾ. അക്കലു ഇത് വരില്ല, കാരണം എന്താണ്? ഇവിടെ ലൂ എന്നത്, ഇവിടെ ലമ്മ് വാവ് അലിഫ് ഇത് ചേർന്ന് വരിക കുറെ പുരുഷന്മാർ ചെയ്യുമ്പോഴാണ്. അടുത്തത് നോക്കൂ. ഖറഅ. ഇത് ഖറഅ എന്നതിന്റെ അർത്ഥം വായിച്ചു അല്ലെങ്കിൽ ഓതി. സാലിമുൻ ഖറഅൽ ഖുർആന. സാലിം
ഖുർആൻ ഓതി. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അത്വാലിബാനി ഡേഷ് ദർസ. ഇവിടെ അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ, ഡേഷ് അദർസ, ദർസ പാഠം. അപ്പൊ ഇവിടെ എന്താണ് വരിക എന്ന് നോക്കാം. ഇവിടെ കത്തബ, ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? ഒരു അലിഫുള്ള വാക്കാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് അലിഫുള്ള വാക്ക് ഇതിൽ നോക്കാം. കത്തബ എന്നതിന് അലിഫുണ്ട്, നസ്വറത്ത എന്നതിലും അലിഫുണ്ട്. ഇവിടെ താ എന്ന് ചേർന്ന് വരുമ്പോൾ ഇവിടെ സ്ത്രീലിംഗം വരണം, സ്ത്രീകളായിട്ട് വരണം. ഇത് അത്വാലിബാനിയാണ്, 2 വിദ്യാർത്ഥികളാണ്, അത് ആൺകുട്ടികളാണ്, പുല്ലിംഗാണ്. അതുകൊണ്ട് തന്നെ കത്തബ, കത്തബ ദർസ, 2 വിദ്യാർത്ഥികൾ പാഠം എഴുതി. ഇതാണ് ഇവിടെ ചേർക്കേണ്ടത്, കത്തബ. മൂന്നാമത്തെ നോക്കൂ. അൽ അത്ഫാലു ഡേഷ് അൽ അസ്മാറ. ഈ അത്ഫാലു എന്നതിന്റെ അർത്ഥം കുട്ടികൾ, അസ്മാർ പഴങ്ങൾ. ഇനി അത്ഫാലു എന്നതിന്റെ കൂടെ ഇത് ആൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ വരുന്ന വാക്കില് അവസാനത്തില് ലമ്മ്, വാവ്, അലിഫ് അതുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഏതാണെന്ന് നോക്കാം. അക്കലു ജാ ഉ, ഇവിടെ 2 എണ്ണാണ് ഉള്ളത്. അക്കലു ജാ ഉ, ഇവിടെ കുട്ടികൾ, ഇവിടെ പഴങ്ങൾ. ഇത് അക്കലു. അക്കലു എന്നതിന്റെ അർത്ഥം തിന്നു, ജാ ഉ എന്നതിന്റെ അർത്ഥം വന്നു. അതുകൊണ്ട് അൽ അത്ഫാലു അക്കലു അസ്മാറ. അടുത്ത നോക്കൂ, നാലാമത്തെ. അൽ ബിന്തു ഡേഷ് ബാബൽ ബൈത്ത്. ബിന്തു പെൺകുട്ടി, ബാബൽ ബൈത്ത് എന്താണ്? വീടിന്റെ വാതിൽ. പെൺകുട്ടി, വീടിന്റെ വാതിൽ. ഇതിന്റെ കൂടെ ബിന്തു എന്നത് പഠിച്ചു, സ്ത്രീലിംഗാണ്, ഏകവചനാണ്, മുഫ്രദാണ്, ഏകവചനാണ്. അതിന്റെ കൂടെ എപ്പോഴും അവസാനത്തിൽ ഒരു ത് എന്ന് വരും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നോക്കി മനസ്സിലാക്കാം. ഫത്തഹത്ത്, നളറത്ത്, ഈ 2 വാക്കുകളാണ് തന്നിട്ടുള്ളത്. ഫത്തഹത്ത് എന്നതിന്റെ അർത്ഥം തുറന്നു, നളറത്ത് എന്നതിന്റെ അർത്ഥം നോക്കി. ഇവിടെ വാതിലാണ്, വീടിന്റെ വാതിലാണ്, അപ്പോ തുറന്നു. അൽ ബിന്തു ഫത്തഹത്ത്, ഇവിടെ വരിക ഫത്തഹത്ത് ബാബൽ ബൈത്ത്. ഈ 2 വാക്കുകളെ വരുള്ളൂ, പക്ഷെ ഇതിന്റെ അർത്ഥം വരുമ്പോൾ ഫത്തഹത്ത്, ഈ വാക്കാണ് ഇവിടെ വരിക. അൽ ബിന്തു ഫത്തഹത്ത് ബാബൽ ബൈത്ത്. അഞ്ചാമത്തെ നോക്കൂ. അൽ ഉഖ്താനി ഡേഷ് ജദ്ദത്തഹുമ. ഇവിടെ ഉഖ്താനി 2 സഹോദരിമാർ, ജദ്ദത്തഹുമ അവരുടെ ഉമ്മാമ. ഇവിടെ 2 സഹോദരിമാർ, 2 സ്ത്രീകളായതുകൊണ്ട് ഇവിടെ വരുന്ന വാക്കില് അവസാനത്തെ അക്ഷരം താ എന്നായിരിക്കും. താ എന്ന് വരുന്ന വാക്ക് തെരഞ്ഞാൽ മതി. സിമ്പിളാണ്. നസറത്ത, അല്ലുഖ്താനി നസറത്ത ജദ്ദത്തഹുമ. നസറത്ത സഹായിച്ചു, 2 സഹോദരിമാർ അവരുടെ ഉമ്മാമയെ സഹായിച്ചു. ആറാമത്തെ നോക്കൂ. അത്വാലിബാത്തു ഡേഷ് അലൽ മക്കഴതി. ത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ, അലൽ മക്കഴതി ബെഞ്ചിൽ. ഇവിടെ ചേർക്കേണ്ട വാക്ക് വിദ്യാർത്ഥിനികൾ, അതായത് കുറെ സ്ത്രീകൾ. അതിന്റെ കൂടെ വരുന്നതില് ആ വാക്കിന്റെ അവസാനത്തിൽ ഒരു ന ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എളുപ്പം എഴുതാൻ കഴിയും. ജലസ്ന, ജലസ്ന അലൽ മക്കഴതി, വിദ്യാർത്ഥിനികൾ ബെഞ്ചിൽ ഇരുന്നു. ജലസ്ന ഇരുന്നു. ഇങ്ങനെ ഇത് എളുപ്പത്തില് സിമ്പിളായിട്ടും മനസ്സിലാക്കിയിട്ടും പഠിക്കാം. അടുത്ത നോക്കൂ. നുലാഹിദു വനഫ്ഹമുൽ ഫീലൽ മാളി ലിൽ ആഇബി. ഇവിടെ തന്നിട്ടുള്ളത് മാളിയായ ഫീലിനെ മനസ്സിലാക്കാനാണ്. ഇത് മുദക്കർ പുല്ലിംഗം, മുഅന്നസ് സ്ത്രീലിംഗം, മുഫ്രദ് ഏകവചനം അതായത് ഒരാൾ, മുസന്ന ദ്വിവചനം അതായത് 2 പേർ, ജംഅ് ബഹുവചനം 2ൽ കൂടുതൽ പേർ. ഇനി മുദക്കറാണെങ്കിൽ ഫഅല. ഫഅല എന്നത് അവൻ പ്രവർത്തിച്ചു. ഫഅല അവൻ പ്രവർത്തിച്ചു. ഈ ഫഅല എന്നതിന്റെ കൂടെ 2 പേർ, അവർ 2 പേർ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്ന് വരണമെങ്കിൽ ഒരു അലിഫ് ചേർത്താൽ മതി. ഫഅല. അതുപോലെ അതിന്റെ ജംഅ് 2ൽ കൂടുതൽ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ അതിന്റെ ജംഇന് ഒരു ലമ്മ്, വാവ്, അലിഫ്, ഫഅലു. അടുത്ത നോക്കൂ. മുഅന്നസ് അതിന്റെ സ്ത്രീലിംഗം, അത് ഫഅല എന്നതിന്റെ കൂടെ ഒരു ത് എന്ന് ചേർത്ത സ്ത്രീ, ഒരു സ്ത്രീ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ
ഇവിടെ അലിഫ് ചേർത്ത പോലെ ഇവിടെ ഈ ത് എന്നതിന്റെ കൂടെ അലിഫ് ചേർത്താൽ ഫഅലത, രണ്ടു സ്ത്രീകൾ പ്രവർത്തിച്ചു. അതുപോലെ ഇതിന്റെ അവസാനത്തിൽ ജം വരുമ്പോൾ ന എന്ന് ചേർക്കാം. അതുപോലെ ഇവിടെ ഒരു സുക്കൂനും ഫഅൽന. ഇത് നന്നായി പഠിച്ചു വെക്കാം. ഇതിന്റെ ബാക്കിയൊക്കെ ഇനിയും പഠിക്കാണ്ട്. ഇത് 6 രൂപങ്ങളാണ്. ഇത് മാളിയായ ഫെയിലിന്റെ 6 രൂപങ്ങളാണ്. അതായത് കഴിഞ്ഞു പോയ കാലം. മാളി എന്നാൽ കഴിഞ്ഞു പോയ കാലം. അതിന്റെ 6 രൂപങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഫല, ഫല, ഫലു, ഫലത്, ഫലത, ഫൽന. ഇത് ഓരോന്നും എടുക്കുന്ന സമയത്ത് തന്നെ പഠിച്ചു വെക്കുക. എന്നാലേ ഇതിന്റെ ബാക്കി പഠിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. അടുത്തത് നുകമ്മിലു കമാ തഖദ്ദമ. ഇത് നോക്കൂ. മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജംഅ. ഇവിടെ നമുക്ക് ദറസാന്ന് തന്നു. ഇത് ദറസ, ദറസു. നമുക്കറിയാം മുസന്ന എഴുതുമ്പോൾ ദറസ 2 പേരാകുമ്പോൾ അലിഫ് ചേർക്കണു. ജം ആവുമ്പോൾ ഇതുപോലെ ലമ്മ്, വാവ്, അലിഫ്. ഇനി അതിന്റെ സ്ത്രീലിംഗം ദറസത്ത്, ദറസത്ത, ദറസ്ന. ഈ വരിയിലുള്ളതൊക്കെ സ്ത്രീലിംഗ പദങ്ങളാണ്. ഒരു സ്ത്രീ, ഇവിടെ 2 സ്ത്രീകൾ, ഇവിടെ കൂടുതൽ സ്ത്രീകൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ 6 രൂപങ്ങൾ നന്നായി പഠിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ചെറിയ സെന്റൻസുകൾ, ചെറിയ വാചകങ്ങൾ തനിയെ എഴുതാൻ കഴിയും. അടുത്ത നോക്കൂ. നുറത്തിബുൽ കലിമാത്തി ഹത്താ തകൂന ജുംല. വാക്കുകളെ സമ്പൂർണമാക്കി ക്രമീകരിക്കാം. ഇവിടെ ഒരു സെന്റൻസ് തെറ്റിച്ചിട്ടാണ്, ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് ശരിയാക്കി ശരിയായ ഓർഡറിലാക്കി എഴുതാം. ദഹബു ഇല മക്കത്ത അൽ മുസ്ലിമൂന. ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഇതിന്റെ ഫായിലാണ്. ഫായിൽ എന്നാൽ ഇവിടെ അൽ മുസ്ലിമൂന. ഇവിടെ അൽ മുസ്ലിമൂന അതായത് മുസ്ലിങ്ങൾ. ഇനി നമുക്ക് എഴുതാനുള്ളത് ദഹബു. ഇതാണ്, ഈ ക്രിയയാണ്, അതായത് ഫീലാണ് ഇനി എഴുതാനുള്ളത്. ഫീലിന്റെ അർത്ഥം മലയാളത്തിലെ ക്രിയ. ഫായില് അതിന്റെ അർത്ഥം മലയാളത്തിലെ കർത്താവ്. പിന്നെ എഴുതാനുള്ളത് ക്രിയയാണ്, അതായത് ദഹബു. ഇനി എഴുതാനുള്ളത് ഇലാ മക്കത്ത. ഇവിടെ എഴുതേണ്ടത് അൽ മുസ്ലിമൂന ദഹബു ഇലാ മക്കത്ത. ഇങ്ങനെയാണ് ഇതിൽ എഴുതേണ്ടത്. അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ മക്കയിലേക്ക് പോയി. ആദ്യം എഴുതേണ്ടത് അൽ മുസ്ലിമൂന ദഹബു ഇല മക്കത്ത. ഇനി രണ്ടാമത് നോക്കൂ. അൽ ബനാത്തു തവല്ലഇന ഹുന്ന. ബനാത്തു പെൺകുട്ടികൾ, തവല്ലഇന ഉളു ചെയ്തു, ഹുന്നാന്നും കൂടി ചേരുമ്പോഴാണ് ഉളു ചെയ്തു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. അൽ ബനാത്തു, അൽ ബനാത്തു ആണ് ആദ്യം എഴുതേണ്ടത്. അൽ ബനാത്തു ഹുന്ന തവല്ലഇന. പെൺകുട്ടികൾ ഉളു ചെയ്തു. അൽ ബനാത്തു ഹുന്ന തവല്ലഇന. പെൺകുട്ടികൾ ഉളു ചെയ്തു. നുഅരിബു നമുക്ക് അറബിയാക്കാം. അവൻ ചായ കുടിച്ചു. അവൻ ചായ കുടിച്ചു. അവൻ കുടിച്ചു എന്നതിന് അറബി വാക്കാണ് ഷരിബ. ചായക്ക് അറബിയില് ഷായ. അപ്പോൾ ഇതിന്റെ അറബി എഴുതുമ്പോൾ ഷരിബ ഷായ. അവൻ ചായ കുടിച്ചു, ഷരിബ ഷായ. അടുത്ത നോക്കൂ. അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. അവർ 2 പെൺകുട്ടികൾ പോയി എന്നതിന് ദഹബത്ത. ദഹബത്ത് ഒരു പെൺകുട്ടി പോയി. ദഹബ എന്നതിന്റെ അർത്ഥം പോയി. ദഹബത്ത് ഒരു പെൺകുട്ടി പോയി. ദഹബത്ത അവർ 2 പെൺകുട്ടികൾ പോയി. മദ്രസയിലേക്ക് എന്നുള്ളതിന് ഇലൽ മദ്രസത്തി. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ദഹബത്ത ഇലൽ മദ്രസത്തി. അടുത്ത നോക്കൂ. നെക്തുബുൽ മുലാരി. ഇതിന്റെയൊക്കെ മുലാരി എഴുതണം. അതായത് തന്നിട്ടുള്ളത് മാളിയാണ്, അതിന്റെ മുലാരിയാണ് എഴുതേണ്ടത്. അസമ. അസമ എന്നത് ഉറപ്പിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു. അതിന്റെ മുലാരി എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തിൽ ഒരു യാ വരും. മുലാരിന്റെ ആദ്യത്തിൽ യാ വരും. പിന്നെ ചെറിയ വ്യത്യാസങ്ങളും വരും. യഅ്സിമു. അസമ എന്നതിന്റെ യഅ്സിമു ഉറപ്പിക്കും. മുലാരി ആവുമ്പോൾ ഉറപ്പിക്കും. അടുത്ത നോക്കൂ. അസല. അസല കഴുകി. യഅ്സിലു. യഅ്സിലു കഴുകും. നിങ്ങൾ അറിയാത്തവർ നോക്കി എഴുതിയെടുക്കാം.
ദഹബ പോയി, യദ്ഹബു പോകും, കനസ അടിച്ചുവാരി, യക്നുസു അടിച്ചുവാരും, ജാഅ വന്നു, യജീഉ വരും, ജലസ ഇരുന്നു, യജ്ലിസു ഇരിക്കും, സ്വനഅ ഉണ്ടാക്കി, യസ്നഉ ഉണ്ടാക്കും, ബദഅ തുടങ്ങി, യബ്ദഉ തുടങ്ങും, സ്വല്ല നിസ്കരിച്ചു, യുസ്വല്ലി നിസ്കരിക്കും. ഇത് നന്നായി പഠിച്ചു വെക്കാം. ഓരോ വാക്കുകളുടെയും മുളാരിയാണിത്. മാളിയായ വാക്കുകളുടെ മുളാരിയാണ്. അടുത്ത നോക്കൂ, നുലാഹിലുൽ ജംഅ വൽ മുഫ്രദ്. ഇനി നമുക്ക് ഏകവചനവും ബഹുവചനവും. അയ്യാമുൻ, അയ്യാമുൻ എന്നാൽ ദിവസങ്ങൾ, അതിൻ്റെ ദിവസം എന്നത് യൗമുൻ, യൗമുൻ ദിവസം. അളാഉൻ അംഗങ്ങൾ, ഉളുവുൻ അംഗം, ഇഖ്വത്തുൻ സഹോദരങ്ങൾ, അഹുൻ സഹോദരൻ, ബുയൂത്തുൻ വീടുകൾ, ബൈത്തുൻ വീട്, അവാനിൻ പാത്രങ്ങൾ, ആനിയത്തുൻ പാത്രം, ഉറഫുൻ റൂമുകൾ, ഉർഫത്തുൻ റൂം. ഇത് ഓരോന്നിന്റെയും ബഹുവചനവും ഏകവചനവുമാണ്. അടുത്ത നോക്കൂ, നക്റു മിനൽ ഖുർആനി വനക്തശിഫു മിൻഹുൽ ഫീലൽ മാളി വനഹുത്തു തഹ്തഹ. ഖുർആനിൽ നിന്ന് വായിക്കാം, മാളിയായ ഫീലുകൾ വ്യക്തമാക്കാം. കൈഫ ഫഅല റബ്ബുക, അതിന്റെ അർത്ഥം എങ്ങനെയാണ് താങ്കളുടെ റബ്ബ് പ്രവർത്തിച്ചത്. ഇവിടെ മാളിയായ ഫീലാണ് ഫഅല, ഫഅല. അടുത്തത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തു. ഇവിടെ മാളിയായ ഫീലാണ് തബ്ബത്ത്, തബ്ബ, ഈ രണ്ടെണ്ണം. അടുത്തത് ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അതു രണ്ടും തകരാറാകുമായിരുന്നു. ഫസദതാ മാളിയായ ഫീല്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. ഇവിടെ മാളിയാണ് ജാഅ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, തീർച്ചയായും വിശ്വസിച്ച കൂട്ടരും സൽക്കർമ്മം ചെയ്തവരും. ഇവിടെ ആമനു, അമിലു, രണ്ട് മാളിയായ ഫീലുകളുണ്ട്, ആമനു, അമിലു. അടുത്തത് വഖത്വന ഐദിയഹുന്ന വഖുൽന ഹാഷലില്ല, അവരുടെ കരങ്ങൾ അവർ തന്നെ അറുത്തു, അവർ പറഞ്ഞു അള്ളാഹു എത്ര പരിശുദ്ധൻ. ഇവിടെ ഖത്വന, കുൽന, ഈ രണ്ട് വാക്കുകളാണ് മാളിയായത്. അടുത്തത് നൻസഹുൽ കലിമാത്ത്, നമുക്ക് പകർത്താം. ദഹബൽ വാലിദു ഇലസ്സൂക്കി വജാഅ ബിൽ അർസി വൽ ഖലറവാത്ത്. ഇത് അതുപോലെ നോക്കി ഇവിടെ എഴുതാം, അതിൻ്റെ താഴത്തെ കോളത്തിലും അതുപോലെ എഴുതാം. മുകളിലെ കോളത്തിൽ അവിടെ തന്നിട്ടുള്ളതിൻ്റെ കൂടെ എഴുതാം, ഇവിടെ നോക്കി എഴുതാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.